സാറേ, കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രക്ഷയുണ്ടാകുമോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും? പൊതുവെ ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണിത്. ചർച്ച ചെയ്യാതിരിക്കാൻ ഒരു അജണ്ടയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എത്രയോ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു. പക്ഷേ ഒരിടത്ത് പോലും ആരും കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും, കോൺഗ്രസിന് എത്ര ശതമാനം വോട്ട് കിട്ടും, ഏതൊക്കെ സ്റ്റേറ്റുകളിൽ നിന്നായിരിക്കും സീറ്റ് കിട്ടുക, ഇങ്ങനെയുള്ള പരമപ്രധാനമായ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നതേയില്ല. അതിന്റെ പിന്നിൽ ഒരു വലിയ അജണ്ട, മാധ്യമ അജണ്ട ഉണ്ട്. കാരണം ആ വിഷയം ചർച്ചയ്ക്കെടുത്താൽ കോൺഗ്രസിന്റെ കള്ളി വെളിച്ചത്താവും. കാരണം ഓരോ സംസ്ഥാനമെടുത്ത് വളരെ വ്യക്തമായി നമ്മൾ പരിശോധിക്കുമ്പോൾ NDA മുന്നണിയിലെ ഘടകകക്ഷികളും അവയ്ക്ക് കിട്ടുന്ന വോട്ടിംഗ് പെർസെന്റേജും പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഈ അവകാശവാദം മുഴുവൻ പൊളിയും. ഏതായാലും നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് ആദ്യമായി പരിശോധിക്കേണ്ടത് കോൺഗ്രസിന് അതുപോലെ BJPക്ക് എത്ര ശതമാനം വോട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം എന്ന് കരുതുന്നു. ഇപ്പോൾ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 55.80, ഏതാണ്ട് 56% BJP ഒറ്റയ്ക്ക് ഇന്ത്യയിൽ നേടിയ വോട്ട്. എന്നാൽ അതേസമയം കോൺഗ്രസിന് കഴിഞ്ഞ തവണ അഖിലേന്ത്യാ തലത്തിൽ കിട്ടിയ വോട്ട് 9.58%. ഒരു വശത്ത് 56% BJPയും മറുവശത്ത് 10% പോലുമില്ല, 9.58, 9.5% കോൺഗ്രസ്. ഇപ്പൊ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ എല്ലാം ശതമാനം ഒന്നിച്ചു കൂട്ടിയാൽ കോൺഗ്രസ് 9.58, DMK 4.42, ശിവസേനയുടെ ഒരു കഷണം അതിന് ഒരു 1.5% വോട്ട്. കാരണം കഴിഞ്ഞ തവണ ശിവസേന ഒന്നിച്ചു നിന്നപ്പോൾ പോലും 3%, 3.30 ശിവസേനയുടെ വോട്ട്. അതിന്റെ നേർപകുതി ഇപ്പോൾ കൂട്ടിയാൽ പോലും 1.5%. അതുപോലെ TRS കോൺഗ്രസിന്റെ കൂടെ കൂടുന്നു എന്ന് കരുതിയാൽ പോലും അത് ഒരു 1.5%. NCPക്ക് 0.5%. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 0.55, അതായത് 0.5%. CPIMന് അഖിലേന്ത്യാ തലത്തിൽ 0.55, 0.5%. CPIക്ക് 0.37. ഇതാണ് ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന കക്ഷികളുടെ വോട്ടിന്റെ ശതമാനം. ഇനിയും കുറെ കക്ഷികളുണ്ട്, അതിനൊക്കെ ഒരു 0.1, 1.5 അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. പറയാൻ മാത്രമുള്ള ശതമാനം കണക്കൊന്നുമില്ല. ഇതെല്ലാം കൂടി ചേർത്താൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കെല്ലാം കൂടി 19.12%, 19% വോട്ടാണ് ഉള്ളത്. എന്നാൽ മറുവശത്ത് BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യം NDA മുന്നണിക്ക് BJPയുടെ വോട്ടും ഘടകകക്ഷികളുടെ വോട്ടും കൂടി ചേരുമ്പോൾ 61.88% വോട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 62% വോട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് 62% വോട്ട് ഉള്ള BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും മറുവശത്ത് കോൺഗ്രസ് നയിക്കുന്ന 19% വോട്ടുള്ള ഇന്ത്യ മുന്നണിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ള സത്യം ഈ സംസ്ഥാനത്ത് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഈ ഒരു ശതമാന കണക്ക് പോലും ആരും പറയാൻ ധൈര്യപ്പെടുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ആരും തയ്യാറാകാത്തത്. ഇനി നമുക്ക് സീറ്റുകളുടെ എണ്ണം എടുത്താൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ സീറ്റ് എന്നുള്ളത് ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു എന്ന് നമുക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളെ ജയിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 15 പേരെയാണ് അന്ന് കേരളത്തിൽ നിന്ന് ജയിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചത്. നമ്മൾ ഓർക്കുക, 2 അക്കം തികഞ്ഞ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് 15 സീറ്റ് കിട്ടിയ കേരളം. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 6 സീറ്റ് കിട്ടിയ തമിഴ്നാട്. 3ാം സ്ഥാനത്ത് കിട്ടിയത് 4 സീറ്റ് കിട്ടിയ പഞ്ചാബ്. പിന്നെ തെലങ്കാന 3 സീറ്റ്, പശ്ചിമ ബംഗാൾ 2, ഛത്തീസ്ഗഡ് 2, മഹാരാഷ്ട്ര 1, ഒറീസ 1, മധ്യപ്രദേശ് 1. ഇനി ബാക്കിയെല്ലാം 1ആണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ 52 സീറ്റ് കിട്ടി എന്ന് പറയുന്നത്.
എന്നാൽ ഇത്തവണ എന്തായിരിക്കും സംഭവിക്കുക? അത് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുക. മുൻപ് കോൺഗ്രസിന് സീറ്റ് കിട്ടിയ ഒരു 4 സംസ്ഥാനങ്ങളെങ്കിലും ഇത്തവണ 0-ആണ്. ഉദാഹരണം അസം. കഴിഞ്ഞ 5 വർഷത്തിനിടെ അസാമിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, കോൺഗ്രസിന്റെ ഹെമന്ത ബിശ്വ ശർമ്മ BJP-യിലേക്ക് വന്നു. അവിടുത്തെ കോൺഗ്രസ് പാർട്ടി അപ്പാടെ തന്നെ BJP-യിലേക്ക് ലയിക്കുന്നു. അപ്പോൾ അസാമിൽ കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥ. കഴിഞ്ഞ തവണ അസാമിൽ 3 ലോക്സഭാ സീറ്റ് ഉണ്ടായിരുന്നത് ഇത്തവണ 0 ആയിരിക്കും, ഒരു സംശയവും വേണ്ട. ബംഗാളിൽ കഴിഞ്ഞ തവണ 2 പേര് ജയിച്ചതെങ്കിൽ ഇത്തവണ അത് 0 ആയിരിക്കും. ഒറീസയിൽ കഴിഞ്ഞ തവണ ഒരാൾ ജയിച്ചു, കൊരാപ്പുട്ട് സീറ്റ്, ഇത്തവണ അത് കിട്ടില്ല. മധ്യപ്രദേശിൽ 1 സീറ്റ് കിട്ടി, ഇത്തവണ അതുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ 4 സംസ്ഥാനങ്ങളിൽ 1 സീറ്റ് പോലും കിട്ടില്ല. കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് 7 സീറ്റ് കിട്ടിയതാണ്, ഇത്തവണ 1 സീറ്റ് പോലും കിട്ടില്ല. ഇതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇപ്പൊ പുതുച്ചേരി ആണെങ്കിലും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ആണെങ്കിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളാണെങ്കിലും കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളൊന്നും ആ പ്രദേശത്ത് നിന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ കോൺഗ്രസിന് എവിടെ നിന്നാണ് സീറ്റ് കിട്ടുക എന്ന് നമ്മൾ പരിശോധിച്ചാൽ അപ്പോഴാണ് ഈ കോൺഗ്രസിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാവുക. ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കുക, കോൺഗ്രസ് 9.5% വോട്ട്, ആ 9.5% വോട്ടുള്ള കോൺഗ്രസിന്റെ മുന്നണി എല്ലാം കൂടെ കൂടിയ 19% വോട്ട്, അതായത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ട് ഘടകകക്ഷികൾക്കാണ്. കോൺഗ്രസിന് 9.5-യും ഘടകകക്ഷികൾക്ക് 10-മാണ് വോട്ടിംഗ് ശതമാനം. എന്ന് പറയുമ്പോൾ കോൺഗ്രസിനേക്കാൾ വലിയ ഘടകകക്ഷികളാണ് എന്ന് ചുരുക്കം. അപ്പോൾ ആ ഘടകകക്ഷികളുടെ ഔദാര്യം കൊണ്ട് 1-2 സീറ്റൊക്കെ മത്സരിക്കാൻ കിട്ടുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇനി നമുക്ക് സംസ്ഥാനങ്ങൾ തിരിച്ച് ഒന്ന് പരിശോധിക്കാം. ഇത്തവണ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന സംസ്ഥാനം യാതൊരു സംശയവും വേണ്ട, കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കേരളം. കഴിഞ്ഞ തവണ കേരളത്തില് 15 സീറ്റാണ് കിട്ടിയതെങ്കിൽ ഇത്തവണ ഒരു കാരണവശാലും ആ 15 ആവർത്തിക്കാൻ പോകുന്നില്ല. എങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോൺഗ്രസിന് തീരെ സീറ്റ് കുറയ്ക്കുന്നില്ല. കാരണം 2 അക്കം തികഞ്ഞ സീറ്റ് കിട്ടുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടെങ്കിൽ കോൺഗ്രസിന് ഇപ്പോഴും അത് കേരളം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ പരമാവധി കോൺഗ്രസിന് കിട്ടാവുന്ന സീറ്റുകൾ വാരിക്കോരി കൊടുത്താൽ കേരളത്തിൽ 10 സീറ്റായിരിക്കും കോൺഗ്രസിന് കിട്ടുക. അത്രയും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും കോൺഗ്രസിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അത് 10 സീറ്റ് 2 അക്കം എന്ന് പറയാം. കാരണം പിന്നെ 2 അക്കം എന്ന് പറയാൻ വേറൊരു സംസ്ഥാനവും ഇത്തവണയില്ല. പിന്നീട് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാവുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ തമിഴ്നാട് 6 സീറ്റ് വരെ കിട്ടാം. 6 സീറ്റ് വരെ ഞാൻ അത് ഇഷ്ടം പോലെ കൊടുക്കുകയാണ്. തെലങ്കാനയിൽ ഭരണമുണ്ട്, അതുകൊണ്ട് തെലങ്കാനയിൽ 17 സീറ്റിൽ 7 സീറ്റ് കോൺഗ്രസിന് കിട്ടാം. അതിമോഹമാണ്, എങ്കിൽ പോലും 7 സീറ്റ് കൊടുക്കാം എന്ന് ഞാൻ പറയുന്നത് കോൺഗ്രസിനെ എത്ര വലുതാക്കാൻ പറ്റും എന്ന് ശ്രമിക്കുകയാണ്. പിന്നെ മറ്റൊരു സംസ്ഥാനം തെക്കേ ഇന്ത്യയിൽ തന്നെ കർണാടകമാണ്. ആ കർണാടകത്തിൽ കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയ 28-ൽ 25 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ ഇത്തവണ കിട്ടണമെന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ ഭരണമാണ്. അതുപോലെ സഖ്യകക്ഷി ഉണ്ടാക്കിയ നാണക്കേട്, അങ്ങനെ പല കാര്യങ്ങൾ, അവിടെ പ്രാദേശികമായ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ ഒരു 6 സീറ്റ് കോൺഗ്രസിന് കൊടുക്കാം. അങ്ങനെ 6 സീറ്റ് കർണാടകത്തിൽ കോൺഗ്രസിന് കൊടുത്തു. പഞ്ചാബിൽ കഴിഞ്ഞ തവണ 4 സീറ്റ് ഉണ്ടായിരുന്നു, ഇത്തവണ 2 സീറ്റായിട്ട് കുറയും. മഹാരാഷ്ട്രയിൽ എന്തൊക്കെ പറഞ്ഞാലും 2 സീറ്റിനപ്പുറം കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല. കാരണം NCP പിളർന്നു, ശിവസേന പിളർന്നു. ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾ പേരിന് മാത്രമേ ഉള്ളൂ. അവരുടെ വോട്ടിംഗ് പെർസെന്റേജും വളരെ ദുർബലമാണ്. അതുകൊണ്ട് മഹാരാഷ്ട്രയില് 2 സീറ്റ് കൊടുക്കാം. ഛത്തീസ്ഗഡില് 2 സീറ്റ് നമുക്ക് കൊടുക്കാം. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 2 സീറ്റ് ഇത്തവണയും 2 സീറ്റ് തന്നെ കുറയുന്നില്ല എന്ന് നമുക്ക് കരുതാം. പിന്നെ ഹരിയാനയില് 3 സീറ്റ് നമുക്ക് ഇത്തവണ കൊടുക്കാം. അവിടെ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കർഷക സമരത്തിന്റെ ഈറ്റില്ലമാണ്. പാർട്ടികൾ ഇന്ത്യ മുന്നണി വളരെ ശക്തമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാനത് വളരെ കൂടുതൽ എന്നുള്ള നിലയിൽ തന്നെ കൊടുക്കുകയാണ്. 3 സീറ്റ് കൊടുക്കാം. ഉത്തർപ്രദേശിൽ
ഇത്തവണ ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഒരു സീറ്റ് എന്ന നിലയിൽ ഉത്തർപ്രദേശിലെ റായ്ബറയിൽ തന്നെ കൊടുക്കാം. ബീഹാറിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഉണ്ടായിരുന്നില്ല. ഇത്തവണ ബീഹാറിൽ കോൺഗ്രസ്, CPI, CPM അങ്ങനെയുള്ള അവിടുത്തെ ചെറുകിട പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്നൊരു വലിയ മുന്നണി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. എങ്കിൽ അവർക്ക് 2 സീറ്റ് കൊടുക്കാം. അവർക്ക് ഇപ്പോൾ പറഞ്ഞ ഈ പ്രദേശങ്ങളെല്ലാം കൂടി ചേർക്കുമ്പോൾ 10 സംസ്ഥാനങ്ങളായി. 10 സംസ്ഥാനം. ഈ 10 സംസ്ഥാനങ്ങളിലൂടെ ഞാൻ ഈ വാരിക്കോരി കൊടുത്ത സീറ്റുകൾ എല്ലാം കൂടി ചേർത്താൽ 41 സീറ്റാണ് കോൺഗ്രസിന് ആകെ ലഭിക്കാവുന്ന സീറ്റ്. ഇത് ഒരിക്കലും കൂടാൻ പോകുന്നില്ല, കുറയേ ഉള്ളൂ. കേരളത്തിൽ 10 സീറ്റ് കൊടുത്തു. 10 സീറ്റ് കിട്ടണമെന്നില്ല, നമുക്ക് തന്നെ അറിയാം. എങ്കിൽ പോലും ഇതിനകത്ത് രസകരമായ മറ്റൊരു കാര്യമുണ്ട്. തെക്കേ ഇന്ത്യൻ പാർട്ടിയായി കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നു. അത് കൃത്യമായി പറഞ്ഞാൽ കേരളം 10 സീറ്റ് കൊടുക്കുമ്പോൾ, തമിഴ്നാട്ടിൽ നിന്ന് 6 സീറ്റ് കിട്ടുമ്പോൾ, കർണാടകത്തിൽ നിന്ന് വീണ്ടും 6 സീറ്റ് കിട്ടുമ്പോൾ, തെലങ്കാനയിൽ നിന്ന് 7 സീറ്റ് കിട്ടുമ്പോൾ, ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ 29 സീറ്റ്, അതായത് 41-ൽ 29 സീറ്റും തെക്കേ ഇന്ത്യയിൽ നിന്നാണ് കോൺഗ്രസിന് കിട്ടുന്നത്. അതായത് കോൺഗ്രസ് ഒരു തെക്കേ ഇന്ത്യൻ പാർട്ടിയായി മാറി. അപ്പോൾ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 29 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന 28 സംസ്ഥാനം, 28-ലെ 24 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി കോൺഗ്രസിന് കിട്ടുന്നത് 12 സീറ്റുകൾ മാത്രമായിരിക്കും. അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് മുഴുവൻ കോൺഗ്രസിന് കിട്ടുന്നത് 12 സീറ്റായിരിക്കും. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ 29 സീറ്റും ഉത്തരേന്ത്യയിലെ 12 സീറ്റും ഉൾപ്പെടെ 41 സീറ്റായിരിക്കാം പരമാവധി കോൺഗ്രസിന് കിട്ടുക. ഇതിൽ കുറയാനാണ് സാധ്യത. തെലങ്കാനയിൽ ഞാൻ 7 പറഞ്ഞു, അത് അത്ര ഉണ്ടാവണമെന്നില്ല. കേരളത്തിൽ 10 പറഞ്ഞു, അത് അത്ര ഉണ്ടാവണമെന്നില്ല. തമിഴ്നാട്ടില് 9 സീറ്റിൽ മത്സരിച്ചിട്ട് 6 സീറ്റ് ജയിക്കണമെന്നില്ല. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ 2-3 സീറ്റ് കുറഞ്ഞാൽ 39-38 സീറ്റിലേക്ക് കോൺഗ്രസ് വീഴും.